ഇന്നത്തെ ദൈവവചന പാരായണത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദഭാഗമാണ്. അത് റോജിൻ ഫേബ നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. അബ്രാം ഷെക്കേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവർ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. For our meditation this morning, let us turn to Genesis chapter 12, verses 10 to 13. Now there was a famine in the land, so Abram went down to Egypt to sojourn there. The famine was severe in the land. When he was about to enter Egypt, he said to Sarai, his wife, I know that you are a woman beautiful in appearance. And when the Egyptians see you, they will say, this is his wife. Then they will kill me, but they will let you live. Say you are my sister, that it may go well with me because of you, and that my life may be spared for your sake. 6. And also verse 6 through 10. Yeah. Let me read it for you. Abram passed through the land to the place at Shechem, to the oak of Moreh. At that time the Canaanites were in the land. Then the Lord appeared to Abram and said, your offspring I will give this land. So he built there an altar to the Lord, who had appeared to him. From there he moved to the hill country on the east of Bethel and pitched his tent, with Bethel on the west and Ai on the east. And there he built an altar to the Lord and called upon the name of the Lord. And Abram journeyed on, still going toward the Negev. അബ്രഹാം എന്ന കഥാപാത്രം പഴയ നിയമ ഗ്രന്ഥത്തിലും പഴയ നിയമ ഗ്രന്ഥങ്ങളിലും പുതിയ നിയമ ഗ്രന്ഥങ്ങളിലും വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. Abraham is a character who certainly shines both in the Old Testament and the New Testament. അബ്രഹാമിൻ്റെ വിളി, ദൈവം അബ്രഹാമിനെ വിളിച്ചത് ആ സ്പെഷ്യൽ ഡേ ലോകചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്, ഒരു മൈൽ സ്റ്റോണാണ്. The day on which God called Abraham was a milestone in history. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജനതയെ യുടെ ജന്മമായിരുന്നു അത്. That was the birth of a nation that was quite brilliant or knowledgeable or highly educated. യഹൂദൻ എന്ന ജാതിക്ക് ജന്മം കൊടുക്കുകയും ആദ്യ യഹൂദനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് എബ്രഹാം. Abraham gave birth to the tribe called the Jews, and he was the first Jew. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാൾ വഴികളെ സംബന്ധിച്ച് ആദ്യം ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ആ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഒരു ടൈം ടേബിൾ. I want to bring before you a brief timetable of Abraham. എബ്രഹാം കൽദയരുടെ ഊര് അഥവാ ഇന്നത്തെ ഇറാഖിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നുവെന്ന് കൃത്യമായി നമുക്കറിഞ്ഞുകൂടാ. We do not know exactly how old Abraham was when he left from Ur of Chaldea or the present-day Iraq. We do not know how old he was. പൊതുവെയുള്ള വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം ഒരു 60+ വയസ്സായിരുന്നു അദ്ദേഹത്തിന് എന്നാണ്. The general consensus among Bible scholars and Bible students is this, that he was probably in his 60s. അവിടെ നിന്ന് യാത്ര ആരംഭിക്കുക തൻ്റെ പിതാവായ തേരഹ്, തൻ്റെ ഭാര്യയായ സാറ, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രനായ ലോത്ത്, അവർ 4 പേര് ചേർന്നാണ് യാത്ര ആരംഭിക്കുന്നത്. They began their journey with 4 people, Abraham, Sarai, Terah, and Lot. 600 മൈലുകൾ നീണ്ട യാത്ര ചെയ്ത് അവർ ഹാരാനിൽ വന്ന് താമസിക്കുമ്പോൾ എത്ര നാൾ അവിടെ താമസിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. When they traveled the long distance of 600 miles to come to Haran, we do not know how long they lived there. നിശ്ചയമായിട്ടും ദീർഘനാളുകൾ അവിടെ താമസിച്ചു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു രചനയാണ് 11-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Certainly we can infer from the end of chapter 11 that they lived there for quite some time. ധാരാളം മൃഗസമ്പത്തും ആൾസമ്പത്തുമായിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്നത്. He left there with a multitude of people and livestock. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പ്രായം പൂർത്തിയാകാതെ അകാല ചരമം പ്രാപിച്ച തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള വേദനകൾ ഉണ്ട്. Certainly he is in grief-stricken with the passing of his older brother who did not live to an old age. അതുപോലെ തന്നോടൊപ്പം യാത്രയാകാൻ മടിച്ച് കൽദയരുടെ ഊരിൽ തന്നെ തുടരാമെന്ന് വിചാരിച്ച നാഹോർ ഫാമിലി തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അകന്നുപോയി, വേർപെട്ടുപോയി എന്നുള്ള ചിന്ത തന്നെ ഭരിക്കുന്നുണ്ട്. Certainly the thought that the family of Nahor was still in the land of Ur of Chaldea, that certainly bothered him. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാരാനിൽ വെച്ച് തൻ്റെ വത്സലനായ പിതാവ് തന്നോട് യാത്ര പറയുന്നത്. It is at that time that his beloved father leaves the earth. അവിടെ 60+ വയസ്സിൽ ഊരിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിൽ ഒരു 70+ ആയിരുന്ന സമയത്താണ് ഹാരാനിൽ നിന്ന് എബ്രഹാം യാത്ര ചെയ്യുന്നത് എന്നാണ് വേദവിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. Bible students suggest that if he left Ur when he was just over 60, he possibly left Haran when he was just over 70. പിന്നെയും എവിടേക്കാണ് പുറപ്പെടുന്നത്, ഡെസ്റ്റിനേഷൻ അറിയാൻ പാടില്ലാതെ ഹാരാനിൽ നിന്ന് ദൈവം അവനോട് സംസാരിച്ചനുസരിച്ച് തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. Here now, Abraham is traveling without really understanding where God is leading him to. What is the destination? He begins his journey again. അപ്പോൾ അവർ യാത്രയിൽ 3 പേരേ ഉള്ളൂ. Now they have only 3 to travel. എബ്രഹാമിൻ്റെ ഭാര്യ സാറായും തൻ്റെ അനന്തരവനായ നെഫ്യൂ ആയിരിക്കുന്ന ലോത്തും. Abraham, Sarah, and his nephew Lot. അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്തെത്തിയ ആ സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. What we read this morning is the account of them leaving Haran and coming to the land of Canaan. അവിടെ എബ്രഹാം എത്തുമ്പോൾ
അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നുവെന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു എന്ന് നാം വായിക്കും. We read in verse 4 of chapter 12, "So Abram went as the Lord had told him, and Lot went with him. Abram was 75 years old when he departed from Haran." അപ്പോൾ യാത്ര തിരിച്ച് 60-ാമത്തെ വയസ്സിലാണ് യാത്ര തിരിക്കുന്നതെങ്കിൽ ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ 75 വയസ്സുണ്ട്. ഈ 15 വർഷം കൊണ്ട് തനിക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തൊക്കെ തനിക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചു. If he left Ur when he was 60 plus and is now leaving Haran when he's 75, he has amassed quite a bit of wealth. ഒരുപക്ഷെങ്കിൽ താൻ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശം ഹാരാൻ തന്നെയാണോ എന്ന് താൻ സംശയിച്ചിരിക്കും. Maybe he wondered if in fact the place that God is about to show him is Haran. ഇന്നത്തെ ടർക്കിയുടെ തെക്കിഴക്കുള്ള ഫലഭൂയിഷ്ടമായ പ്രദേശം അന്ന് അബ്രഹാമിന് വളരെ ഇഷ്ടമായി തോന്നി. That particular land of Haran, which is today's southern part of Turkey, he certainly felt interested in that. തൻ്റെ പിതാവിൻ്റെ മരണം അവിടെ വെച്ച് നടക്കുന്നു. His father's death happens there. ഒരുപക്ഷെങ്കിൽ അവിടെ തുടരാമെന്ന് വിചാരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത എനിക്കുണ്ടാകുന്നത്. Maybe when he thought that he could continue in this land is when God's appearance happened to him again. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് താൻ എത്തേണ്ടുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്ന്. That's when he understood that he has not reached the destination that is set for him. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും താൻ യാത്ര പുറപ്പെടുകയാണ്. As a result, he begins his journey again. ചില മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ യാത്രയ്ക്ക് എടുത്തു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. Certainly, it's not wrong to think that it may have taken months or even years to travel. കാരണം പല ഇടങ്ങളിൽ കൂടാരമടിച്ചായിരിക്കും അദ്ദേഹം ഇപ്പോൾ കനാനിലെത്തിയിരിക്കുന്നത്. Because he may have pitched tents in different places and now arrived at Canaan. കണ്ടിന്യൂസ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഹാരാനിൽ നിന്ന് ഷേഖം വരെ 400 മൈലാണ്. ഒരു 20 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാൻ കഴിയും. If you were to continuously travel from Haran to Canaan, it's 400 miles and it would be completed in about 20 days. ഏതായാലും 75-ാമത്തെ വയസ്സിൽ യാത്ര തിരിച്ച എബ്രഹാം ഒരുപക്ഷെ 75 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ കനാനിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 76-ാമത്തെ വയസ്സിൽ താൻ എത്തിച്ചേർന്ന് കാണും. Abraham may have arrived Canaan when he was probably just beginning age 76, as he just left when he was 75. ഇവിടെ 5-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി എന്ന് വായിക്കുന്നു. We read in verse 5, "And Abram took Sarai his wife, and Lot his brother's son, and all their possessions that they had gathered, and the people that they had acquired in Haran, and they set out to the land of Canaan." ഇവിടെ അബ്രഹാമിൻ്റെ യാത്ര തികച്ചും ഒരു വിശ്വാസ യാത്രയായിരുന്നു എന്ന് നമുക്കറിയാം. We know that the journey of Abraham was a journey of faith. ദൈവത്തിൽ ഓരോ സ്റ്റെപ്പും ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും താൻ എടുക്കുന്നത്. He's taking each step by depending on God. ദൈവത്തിൻ്റെ GPS അനുസരിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ റോങ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും എന്ന് അദ്ദേഹത്തിന് അറിയാം. Because he understood that if he did not follow the GPS of God, he would certainly end up in the wrong destination. അതുകൊണ്ട് വളരെ ആശ്രയബോധത്തോടു കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്ത് കനാൻ ദേശത്ത് എത്തിയിരിക്കുന്നത്. And so as a result, he trusted God very much, and now he has arrived at Canaan. എന്നാൽ കനാൻ ദേശത്ത് എത്തുമ്പോൾ തൻ്റെ ഡെസ്റ്റിനേഷൻ അതാണെന്ന് തനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നൊരു ന്യായമായ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. There's a logical question to ask. How did he know that Canaan was indeed the place that he was to be at? അത് 6-7 വാക്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can understand that from verses 6 and 7. ഇവിടെ 6-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അബ്രഹാം ഷേഖം എന്ന സ്ഥലം വരെയും
ഏലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. It's important to pay close attention to verse 6. Abram passed through the land to the place at Shechem, to the oak of Moreh. At that time, the Canaanites were in the land. മലയാള പരിഭാഷയിൽ അത് വ്യക്തമല്ല എന്നുള്ളതുകൊണ്ട് അത് ഞാൻ രണ്ട് പരിഭാഷകൾ ഇവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഒന്ന് NIV-യിൽ നിന്നാണ്. NIV-യിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Abraham traveled through the land as far as the great tree of Moreh at Shechem. Since it's not as clear in the Malayalam translation, let me give you two translations. One is NIV, which says Abraham traveled through the land as far as the great tree of Moreh at Shechem. ഷേഖേമിലുള്ള ഒരു വലിയ വൃക്ഷത്തിൻ്റെ അരികിൽ വരെ യാത്ര ചെയ്ത് കനാൻ ദേശത്തോടെ യാത്ര ചെയ്ത് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. What that means is that Abraham traveled through Canaan to reach to the point of the great tree at Shechem. കത്തോലിക്കർ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ശരിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെഖേമിൽ മൊരയുടെ ഒരു ഓക്ക് മരം വരെ എത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. If you read the Catholic Bible, Catholic translation, this is what it says, that Abraham indeed went to the place at Shechem, the place of Moreh, at the place of Moreh. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ 6-ാം വാക്യം ഇതേ രീതിയിൽ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. So it's a reality that we did not understand verse 6 in its entirety as we read. അപ്പോൾ കനാൻ ദേശത്ത് താൻ എത്തി ആദ്യം കൂടാരമടിക്കുന്ന യാഗപീഠം പണിയുന്ന സ്ഥലമാണ് ഷെഖേം. Abraham reached Canaan, and Shechem is the first place that he builds an altar. എന്നാ ഒരു മരത്തിന്റെ കാര്യം അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. But there a particular tree is mentioned. ആ മരം ഏത് മരമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know which tree it is. അത് ഓക്ക് മരമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. There are those that say it is the oak tree. അല്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. There are those that think that it is not. എന്നാൽ അതൊരു വലിയ മരമായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. But it is specifically said that it was a big tree. നമ്മൾ ഇന്റർനെറ്റിൽ അന്വേഷിച്ചാൽ ഒരു വലിയ മരത്തിന്റെ ചിത്രം നമ്മളെ കാണിക്കും. If you look on the internet, you will see a picture of a big tree. അബ്രഹാമിന്റെ കനാനിലെ ജീവിതത്തിൽ 2 വൃക്ഷങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. In Abraham's life, at the place of Canaan, at that time, 2 trees are mentioned. ഒന്ന് 21-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലാണ് അവിടെ ഒരു പിച്ചുല വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് വായിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെയും ഒരു ദൈവാരാധന നടത്തിയ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. The first mention or one mention of the tree is in chapter 21 verse 33, where it says of a tamarisk tree, and there also it is said that he built an altar. അപ്പോൾ 12-ാം അധ്യായത്തിൽ ഒരു വലിയ മരത്തിന്റെ കാര്യം പറയുന്നുണ്ട്. 21-ാം അധ്യായത്തിലും വേറൊരു മരത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ മരവുമായി ബന്ധപ്പെടുത്തി ആരാധനയുടെ കാര്യം. And in chapter 21 we see another tree mentioned. Both trees are connected with worship and altar. ആരാധനയുമായി ട്രീസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ന്യായമായി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. We can ask a reasonable question whether these trees mentioned in chapter 12 and chapter 21 of Genesis, how is it connected? How are the trees connected to worship? വാസ്തവത്തിൽ ആരാധനയുമായി ഈ ട്രീസിന് യാതൊരു ബന്ധവുമില്ല. We know that with worship specifically, these trees have no connection. എന്നാൽ ഇതൊരു മാർക്കായി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. We understand that these trees are set there as a mark. അവിടെ എബ്രഹാം വീണ്ടും ഒരിക്കൽ കൂടെ യാത്ര ചെയ്താൽ താൻ മുൻകാലത്ത് എവിടെയാണ് യാഗപീഠം പണിത് ആരാധിച്ചത് എന്ന് ആ ഓർമ്മ തന്നിലേക്ക് കൊണ്ടുവരുന്നത് ആ വൃക്ഷത്തിലൂടെയാണ്. It is so that if Abraham does travel through those areas again, those trees serve as signposts, as marks as to where he worshipped and built altars. ഇവിടെ ഷേഖേമിൽ താൻ എത്തുമ്പോൾ ആദ്യം കൂടാരമടിക്കുകയും യാഗപീഠം പണിയുകയും ചെയ്ത
ആ ഓർമ്മയ്ക്ക് വേണ്ടി ആ മരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. This particular tree is for the remembrance of Abraham building his first altar, or building altar the time he arrived at Shechem. അങ്ങനെ ശേഖേമിൽ ആ മരച്ചുവട്ടിൽ എത്തിയപ്പോൾ, ആ വലിയ മരത്തിന്റെ തണലിലിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ മൂന്നാമത് പ്രത്യക്ഷപ്പെടുകയാണ്. When Abraham was under the shade of that tree in Shechem, God appears to Abraham a third time. അങ്ങനെ ദൈവം പ്രത്യക്ഷനായപ്പോൾ എന്താണ് 7-ാം വാക്യത്തിൽ എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നത്? നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. When God appears this way a third time to Abraham, what does he say? Verse 7, Then the Lord appeared to Abram and said, To your offspring I will give this land. ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ശേഖേമിൽ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കാണിപ്പാനിരുന്ന ദേശം ഇതാണ്, ഈ ദേശം നിന്റെ സന്തതിക്ക് കൊടുക്കും എന്ന് അവിടെ വാഗ്ദാനം. Here a very great truth, a revelation is given to Abraham in the shade of that tree, saying that this is the place indeed that I was going to show you, and to your offspring I will give. 1000 മൈലുകൾ താണ്ടി വളരെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഒരു അന്യദേശത്ത് വന്ന് ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ ദൈവം ഏബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യാണ്, ഇതാണ് ഞാൻ കാണിപ്പാൻ ഇരുന്ന ദേശം, ഇത് നിന്റെ സന്തതിക്ക് ഞാൻ അവകാശമായി കൊടുക്കും. After traveling thousands of miles and arriving at this place, particular place in Shechem, God appears to Abraham and says, This is the place that I was to show you and to give to your offspring. ഇവിടെ ഏബ്രഹാമിന്റെ ഇനിഷ്യൽ ഡേയ്സ്, ആദ്യ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. We all may have the desire to know what were the initial days of Abraham like. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ആദ്യ ദിനങ്ങൾ, ഓരോ രാജ്യത്ത് ചെന്നിട്ടുള്ള ആദ്യ ദിനങ്ങൾ നമ്മൾ മറക്കുകയില്ല. What all we may forget, we will certainly not forget the initial days of the different places we've been. ഞാൻ ആദ്യം നോർത്ത് ഇന്ത്യയിൽ പോയ കാലം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പച്ചയ്ക്ക് തളർത്തു നിൽപ്പുണ്ട്. The initial days of when I went to North India is very much alive in my mind. ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വരാന്തയിൽ ആണ് ആദ്യ ദിവസങ്ങൾ ഒരു ദറി എന്ന് പറയുന്ന വിരി വിരിച്ച് രാത്രി ഉറങ്ങിയിട്ടുള്ളത്. In my initial days in North India, I laid in a veranda of a friend on a sheet called the Dari. പ്രകൃതിയോട് വളരെ ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, വാടകയ്ക്ക് റൂം എടുക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ടാണ്. Not only did I in fact admire the nature, but more importantly I did not have enough funds to rent a room. ഒറ്റയ്ക്ക് ആ വരാന്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളിലെ സുഖകരമായ ഉറക്കം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. The thought of sleeping peacefully alone in that veranda is still in my mind. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോയ ആദ്യ ദിനങ്ങളാണ്. Those were the initial days of stepping into ministry. പാസനേജിന് സൗകര്യമില്ല. There was no way to have a parsonage. ഒരു സൈക്കിൾ വാങ്ങാനുള്ള സൗകര്യമില്ല. And I didn't have the means to buy a bicycle either. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ഫ്രീ ആകും. ആ സൈക്കിളിലാണ് വീണ്ടും നമ്മുടെ ജോലി ആരംഭിക്കുന്നത്. When my friend would return home, I would use his bicycle to begin my journey or ministry. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ജീവിതം ആരംഭിച്ചത്. That's how I began my life in North India. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രിൻസിപ്പിൾ അന്നും ഇന്നും സൂക്ഷിച്ചിരുന്നത് നോ കംപ്ലൈൻറ്റ്സ് നോ ഡിമാൻഡ് എന്ന ആ പോളിസിയാണ്. The policy or the principle that I've taken on in my heart that then and now is no complaints and no demands. അത് ഏകദേശമൊക്കെ പാലിക്കാൻ സാധിച്ചിട്ടുണ്ട്. I have been able to adhere to that to a certain extent. അതുപോലെ ഗൾഫിൽ ആദ്യ ദിനങ്ങൾ, അമേരിക്കയിൽ ആദ്യ ദിനങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇന്നും കത്തി നിൽക്കുന്നുണ്ട്. Also the initial days of my ministry in the Gulf and in America are very much alive. നിശ്ചയമായും ഏബ്രഹാം സാറായിയുമായി ഇവിടെ കനാൻ ദേശത്തെത്തി തൻ്റെ
സഹോദരപുത്രൻ ലോത്തുമായി ആദ്യം കൂടാരമടിച്ച ആദ്യം യാഗപീഠം പണിത ആ ഓർമ്മ എബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കും. The initial days of Abraham when he came to Shechem to build an altar will always be alive in his mind. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ, താൻ കനാൻ ദേശത്ത് ഷേഖേം എന്ന ആ സ്ഥലത്ത് എത്തിയപ്പോൾ ആ വലിയ മരത്തിൻ്റെ തണലിലിരുന്ന് ദൈവശബ്ദം കേട്ട് അടുത്ത് താൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. It is important to note the two crucial things that he did when he came to Shechem and is now under the shade of this big tree. ഇവിടെ ദൈവം എന്ത് പറഞ്ഞില്ല എന്നുകൂടെ ഇവിടെ ചിന്തിക്കുന്നത് നല്ലതാണ്. It is good to also note what God did not say. ആദ്യ രണ്ട് പ്രത്യക്ഷതകളിൽ നീ യാത്രയാക എന്ന് പറഞ്ഞെങ്കിൽ ഈ മൂന്നാമത്തെ പ്രത്യക്ഷതയിൽ യാത്രയാകാൻ തന്നോട് ആവശ്യപ്പെടുന്നില്ല. In the first two appearances, God said to Abraham, journey on. In this third appearance, he doesn't say that. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് അവനോട് ആവശ്യപ്പെടുന്നില്ല. He does not require of Abraham to go to a place that I will show you. ഇവിടെ ഏബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, തന്നെ കാണിപ്പിരിക്കുന്ന ദേശത്ത് താൻ എത്തിയിരിക്കുന്നു, ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. തന്നോട് ഇനി ഇവിടെ നിന്ന് യാത്രയാകാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് താൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. Here Abraham understands that he has reached the place that God wanted to show him. God does not tell him to depart. What happens after? അത് വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. 7ാമത്തെ വാക്യത്തിൽ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. It is important to highlight that statement, and it says in the latter part of verse 7, so he built there an altar to the Lord who appeared to him. എബ്രഹാം ഊരിലായിരിക്കുമ്പോൾ ദൈവപ്രത്യക്ഷ ഉണ്ടായി, പക്ഷെ അവിടെ ഒരു യാഗപീഠം പണിതായി നമ്മൾ വായിക്കുന്നു. When Abraham was in Ur, God appeared to him, but we don't read of Abraham building an altar there. ഹാരാനിൽ ദൈവപ്രത്യക്ഷത ഏബ്രഹാമിന് ഉണ്ടാകുന്നു, അവിടെയും ഏബ്രഹാം ഒരു യാഗപീഠം പണിതതായി നമ്മൾ വായിക്കും. God appeared to Abraham in Haran, but there also Abraham does not build an altar. എന്നാൽ ഇവിടെ മൂന്നാമത് പ്രത്യക്ഷ തനിക്ക് ഉണ്ടായപ്പോൾ കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം അവിടെ ഒരു യാഗപീഠം പണിയാണ്. When God appears to Abraham a third time, after arriving Canaan, he builds an altar. എവിടെ യാഗം കഴിക്കണമെന്ന ദൈവത്തിന് നിർബന്ധമുണ്ട്. God is particular about where the altar needs to be built and the offering needs to be placed. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് എവിടെയും എങ്ങനെയെങ്കിലും ആരാധന കഴിച്ചാൽ മതിയെന്നാണോ നമ്മൾ ചിന്തിക്കുക? അതോ കൃത്യമായി ദൈവത്തിന് ഒരു പ്ലാനുണ്ട് ആരാധനയെ സംബന്ധിച്ചിടത്തോളം എന്ന ചിന്തയാണോ നമ്മെ ഭരിക്കുന്നത്? Do we think that worship can happen anyway and anyhow, or do we understand that God has a plan for that? വേറൊരു ഉദാഹരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നെ എടുക്കാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ 22ാം അധ്യായത്തിൽ പരീക്ഷ നേരിടുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ മോരിയായിൽ പോയി യാഗം കഴിക്കണം, നിന്റെ മകനെ. മോരിയായിൽ ഇഷ്ടമുള്ളിടത്തല്ല, മോരിയായിൽ തന്നെ ഞാൻ നിന്നോട് കാണിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. കൽപ്പിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണമെന്ന്. Let me take your attention to chapter 22, where God appears to Abraham and says, go to Moriah and offer a sacrifice at the place that I will show you on Mount Moriah. വാസ്തവത്തിൽ താൻ കൂടാരമടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 3 ദിവസത്തെ യാത്ര ചെയ്താണ് വീണ്ടും താൻ യാത്ര തുടരുന്നത്. Because he has to travel at least 3 days journey from where he has pitched his tent to get there. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരെ അവിടെ ഇരുത്തി താൻ യാത്ര പുറപ്പെടുകയാണ്. After 3 days passed, he set aside his servants and now he's going forward. ആരാധനയിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരിക്കണമെന്നും ദൈവത്തിന് നിശ്ചയമുണ്ട്. Certainly God is particular about who along with whom you should worship. ബാല്യക്കാരെ അവിടെ വഴിയിലിരുത്തിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. Leaving those the servants aside, God had a purpose. കാരണം ഏബ്രഹാം അവിടെ പോയി തന്റെ ഏകജാതനെ യാഗം കഴിക്കുമ്പോൾ ഈ ബാല്യക്കാരെ നിരൂപിച്ച് അത് തടസ്സം ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. Because if Abraham did go to Mount Moriah with the servants along with the son, maybe they would have objected. അതുകൊണ്ട് ഏബ്രഹാമിന്റെ കൂടെ ആരുണ്ടായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
And so we see that God decides who will be with Abraham at the time of worship. വേറെ ഏതെല്ലാം സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് യാഗം കഴിക്കാമായിരുന്നു. പക്ഷേ കൂടാരത്തിനടുത്തോ ഓൺ ദ വേയിലോ ഒന്ന് യാഗം കഴിക്കാതെ, മോറിയായിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാഗം കഴിക്കാതെ, ആ കൃത്യമായി ദൈവം കൽപ്പിച്ച സ്ഥലത്ത് യാഗപീഠം പണിയാണ്. Abraham could have offered the sacrifice at any place, at his place of the tent, on the way, but that's not what happens. God tells him to go to Moriah at a specific place at Moriah. അവിടെ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് യാഗപീഠം പണിതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയ ഉടനെ ഈ കരുതി വെച്ചിരുന്ന ആട്ടിൻകുട്ടിയെ കാണാനിടയായത്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് തിരിഞ്ഞോ മറിഞ്ഞോ നോക്കിയാൽ ആട്ടിൻകുട്ടിയെ കണ്ടെത്താൻ കഴിയും. It is because Abraham went to the place that God commanded for him to offer the sacrifice at Mount Moriah is why when he turned back he was able to see the ram caught up in the thicket. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാം ആരാധിക്കുന്നവരാകണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. God's plan and purpose for us is that we are worshipers. നമ്മൾ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan as to how we should worship. നാമല്ല അതിന്റെ പാറ്റേൺ തീരുമാനിക്കേണ്ടുന്നത്, അതിന്റെ വഴി തീരുമാനിക്കേണ്ടത് ദൈവം തന്നെ നമ്മോട് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നെ ആരാധിക്കുന്നവർ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കണം എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന. We do not determine the pattern of worship. God has given us that, and that is to worship him with all of our mind, strength, body and spirit. അതുപോലെ എവിടെ ആരാധിക്കണമെന്ന കാര്യത്തിലും ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. Also God is particular about where to worship. ഇവിടെ കനാൻ ദേശത്ത് എത്തുന്നവരെ ഏബ്രഹാം ആരാധിച്ച് യാഗപീഠം പണിത് ആരാധിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. We do not read of Abraham building an altar and offering worship till he reaches Canaan. മോറിയായിൽ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് എത്തുന്നവരെയും ഈ ഏബ്രഹാം മകനെ യാഗം കഴിക്കുന്നതായി നാം വായിക്കുന്നു. We do not read of Abraham trying to offer his son as a sacrifice till he reached Mount Moriah. ഇനി മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കുക. Now let us consider the history of Israel departing Egypt. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം തന്നെ അവരോട് ആവശ്യപ്പെടുകയാണ്, ഫറവോനോട് സംസാരിക്കാൻ 3 ദിവസത്തെ വഴി ദൂരം പോയി വേണം യാഗം അർപ്പിക്കുവാൻ. When they have to take that journey, God is asking them to speak to Pharaoh and take the 3 days journey to worship. ഒരുപക്ഷെങ്കിൽ നമ്മുടെ യുക്തി അതിനോട് സമ്മതിക്കത്തില്ലായിരിക്കും. മിസ്രൈമിൽ തന്നെ അവിടെ മാറി ആരാധിച്ചാൽ എന്താ കുഴപ്പം എന്ന് നമ്മൾ ചോദിക്കുന്നവരാണ്. Maybe we will ask with our reasoning, why not just worship in Egypt? സാധാരണ നമ്മൾ കേൾക്കുന്ന വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ നിന്ന് ആരാധിച്ചാൽ എന്താണ് കുഴപ്പം എന്നാണ് നമ്മുടെ ന്യായമായ ഒരു ചോദ്യം. Our normal natural question is, why not just worship where we are? ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, മിസ്രൈമിലല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, നിങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി ദൂരം പോയി അവിടെ ആരാധിക്കണം. Here God tells Israel, it is not in Egypt that you have to worship, but you have to travel 3 days journey into the wilderness and worship there. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു പ്രത്യേക ലൊക്കേഷൻ നമുക്ക് ആരാധനയ്ക്കായി തന്നിട്ടില്ല. We know that in the New Testament there isn't a specific location for worship. ഇവിടെ എവിടെ എന്നുള്ളത് ഭൂമിശാസ്ത്രപരമായ ഒരു ആൻസർ അല്ല അതിന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. In terms of the answer to the question where, we are not necessarily trying to find a geographical answer. അതിന് തിയോളജിക്കൽ ആയിട്ടുള്ള ആൻസർ ആണ്. We're looking for a theological one. നമ്മൾ വേർപെട്ട് ആരാധിക്കണമെന്നാണ് ദൈവം അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. God is requesting and requiring that we be separated and worship. ആരാധനയിൽ എപ്പോഴും ഒരു വേർപാടിന്റെ ഒരു ഡോക്ട്രിൻ ഉണ്ട്. ആ വേർപാടില്ലാതെ ഒരു ആരാധനയില്ല. So in worship there's always a doctrine of separation, and without separation there is no worship. ഇവിടെ ഏബ്രഹാം കനാൻ ദേശത്ത്, ദൈവം വാഗ്ദത്ത ദേശത്ത് അവനെ എത്തിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് അവൻ യാഗപീഠം പണിതു എന്നുള്ളതാണ്. Here Abraham comes to Canaan. The first thing that he does is that he builds an altar. വേറെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. What all he could have done. പക്ഷെങ്കിൽ ആദ്യം അദ്ദേഹം ചെയ്തത് ഒരു കൂടാരമടിക്കുകയല്ലായിരുന്നു. കൂടാരമടിക്കുന്ന പിന്നെ പറയുന്നുണ്ട്, കൂടാരമടിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മനുഷ്യന്റെ ബേസിക് നീഡിൽ ഒന്നാണ് അവനെ തലയായിക്കാൻ ഒരു സ്ഥലം, ഒരു ഷെൽട്ടർ. പക്ഷെ അതുപോലും ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു യാഗപീഠം പണിയുകയാണ്.
Abraham does not first pitch a tent or a home for himself, which he does later, but even before he does that, he builds an altar first. ഇവിടെ നമുക്ക് ഒരു പ്രത്യേക മെസ്സേജ് എബ്രഹാം നൽകുന്നുണ്ട്. ജീവിതത്തിൽ എവിടെയായിരുന്നാലും ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള സത്യമാണ്. Here an important message is communicated to us, and that is this: no matter where we are, we ought to give priority to God. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായി, ബേസിക് നീഡ്സ് ആയി നമ്മൾ കരുതുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. It does not mean that we neglect the basic needs of food, clothing, and shelter. ഇവിടെ നമ്മളുടെ ആ പാറ്റേൺ ഏതാണെന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ചിന്തിച്ചാൽ മതി. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതിന് ശേഷം ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നോ അതോ ഇതിന് മുമ്പ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നോ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ. The important question is, what is our pattern of thinking or our priorities? Do we give priority to the basic needs of food, clothing, and shelter and then God, or is it the other way around? നമുക്ക് പലപ്പോഴും പരാജയം ഉണ്ടാകുന്നത് അവിടെയാണ്. നമ്മൾ എല്ലാം തേടിയതിനു ശേഷം ഒടുവിൽ ദൈവത്തിന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ലെഫ്റ്റ് ഓവർ ദൈവത്തിന് കൊടുക്കുന്നവരായി. And that is essentially our failure, that we seek after every other thing before we seek God, and we tend to just give over leftovers to God. എബ്രഹാമിന്റെ വേറൊരു ജീവിത ശൈലിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലും ദൈവം അബ്രഹാമിനോട് വളരെ ബുദ്ധിമുട്ടുള്ളതായ 2 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. The other thing that I want to note here is in chapter 21 verse 14 and the first few verses of chapter 22, which when God requires of him to do something, what does he do? He rises up early. 21-ാം അധ്യായത്തിൽ താൻ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ഇസ്മായേലിനെയും ഹാഗറിനെയും പുറത്താക്കി കളയുന്ന ആ കാര്യത്തിന് വേണ്ടിയാണ് അധികാലത്ത് താൻ എഴുന്നേൽക്കുന്നത്. In verse 14 of chapter 21, Abraham rises early in the morning to set aside or set out Hagar and Ishmael that he holds beloved. ഇസ്മായേലിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എബ്രഹാം ഇത് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. Let's not forget that Abraham just desired that he would be living in front of Ishmael, that this happened. കൂടാരത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ പറഞ്ഞപ്പോൾ അത്ര രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യം എന്താണ്? Why is it important that Abraham rises up so early when he was told to set someone outside of his tent? പയ്യെ ചെയ്താൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. The question is, couldn't he have just done that gradually? 22-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴും മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ അർപ്പിക്കാൻ പറയുമ്പോഴും താൻ അധികാലത്തെ എഴുന്നേറ്റു എന്ന അടുത്ത വാക്യത്തിൽ അത് ചേർത്തിട്ടുണ്ട്. അത്ര അധികാലത്തെ എഴുന്നേൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? Even in the first few verses of chapter 22, when he was asked to offer his son at Moriah as a sacrifice, it says that he rose up early. What was the reason for that? തനിക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടതായ ഒരു ദിവസമായിരിക്കും അത്. That could have been the hardest day for him. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. മകനെ യാഗം കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായ കാര്യം. As a father, it is not needed to communicate the challenging task before him. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഈ 2 സാഹചര്യത്തിലും ഞാനായിരുന്നെങ്കിൽ അത്ര രാവിലെ എഴുന്നേക്കാൻ ശരിയൊക്കെ ഒന്ന് പുറത്ത് കിടന്ന് പെതുക്കെ എഴുന്നേറ്റ് വന്ന് രണ്ടാമതും ഒരു ആലോചന കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചേനെ. If I was in the place of Abraham, I certainly would not have risen up early to do those 2 things. I would indeed maybe delay it, hopefully for a second revelation or to change the plans. അവിടെയാണ് എബ്രഹാമും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം എന്ത് ചെയ്യുന്നു? രണ്ടാമതൊരു ചോദ്യം ചോദിക്കാതെയോ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെയോ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാൻ പ്രയോറിറ്റി കൊടുത്ത് അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. And that is the difference between him and myself. He does not seek a second opinion. He just follows through on the command of God. ഇവിടെ നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വളരെ അലസരായിട്ടാണോ നമ്മൾ ദൈവിക കാര്യങ്ങളിൽ
ഏർപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. There is something that we need to think about very seriously. Do we engage in the things of God and the ministry of God very lazily? അതോ നമ്മൾ ഉത്സാഹികളായിട്ടാണോ ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? Or are we very much diligent and fervent in those efforts? നമ്മൾ പതുക്കെ നമ്മുടെ വേദപാരായണം എങ്ങനെയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. Let us consider how is our study and meditation of the Word of God. 66 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഓരോരുത്തർക്കും ഓരോന്ന് സ്വന്തമായിട്ട് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വേദപുസ്തകം മനസ്സിരുത്തി വായിച്ചിട്ട് എത്ര ദിവസമായി? Think about this Word of God that we have in our hands. Each of us has 66 books of the Word of God. How many of us really study and meditate on it? നമ്മളുടെ കുടുംബ പ്രാർത്ഥനകളിൽ, നമ്മൾ വ്യക്തിഗതമായ പ്രാർത്ഥനകളിൽ നമുക്ക് എത്രയോ പ്രാവശ്യം മുടക്കം വന്നിട്ടുണ്ട്. In our family prayers and in our personal devotions, how many times have we missed this? നമ്മളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന സഹജീവികളുടെ ക്ഷേമം അന്വേഷിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഹായ് ബ്രദർ അല്ലെ ഹായ് സിസ്റ്റർ എന്ന് ചോദിച്ച് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആരെയെങ്കിലും വിളിച്ചന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. As a people who live as though we are in community and fellowship with others as brothers and sisters, how many of us over the last month have inquired of someone else to check up on them? പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹത്തോടുള്ള വിളിയും ഒരു ക്ഷേമാന്വേഷണം നടത്തുന്നത് ദൂരെ നിന്ന് വരുന്ന ഒരു സദ്യയെക്കാളും അല്ലെങ്കിൽ നല്ലൊരു സന്ദേശത്തെക്കാളും നമ്മൾക്ക് ഊഷ്മളത നൽകുകയും നമ്മളെ റിഫ്രഷ് ചെയ്യുകയും ചെയ്യുന്നത്. What refreshes our hearts is when we get an unexpected call